എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, നമ്മെയും ചേർത്തിടുവാൻ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 21-ാം തിരുവചനം. Where your treasure is, there will your heart be also. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. ആമേൻ. സഹോദരങ്ങളെ, ദൈവം തന്നെ ആയിരിക്കണം നമ്മുടെ നിക്ഷേപം. പലരും കരുതുന്നത് ഏറ്റവും വലിയ ധനവാനാണ് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് എന്നാണ്. അതൊരിക്കലും ഒരിക്കലും ഒരിക്കലും ശരിയല്ല. എങ്കിൽ അവരൊന്നും ആത്മഹത്യ ചെയ്യുകയില്ലല്ലോ. അടുത്ത കാലങ്ങളിൽ പ്രശസ്തരായ പലരും ആത്മഹത്യ ചെയ്തു. അതിൽ കോടീശ്വരന്മാരും പ്രശസ്തരായ സിനിമാ നടന്മാരും നടികളും സൗന്ദര്യ റാണിമാരും ഉണ്ടായിരുന്നു. സമ്പത്തോ പ്രശസ്തിയോ സൗന്ദര്യമോ അല്ല ജീവിതത്തിനാധാരം. സമ്പത്തുണ്ടാക്കുന്നതിൽ തെറ്റൊന്നുമില്ലെന്നേ. എന്നാൽ സമ്പത്തിലും സൗന്ദര്യത്തിലും പ്രശസ്തിയിലും ആശ്രയിക്കുന്നവരായി നാം ജീവിക്കരുത്. നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 21 വരെ തിരുവചനങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. പുഴുവും തുരുമ്പും കെടുക്കുകയും കളർമ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കളർമ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറഞ്ഞ് നടക്കുന്നവരോട് യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 20-21. മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം എങ്ങനെയാകുന്നു? ദൈവസമ്പന്നമായി, ദൈവ വിഷയമായി സമ്പന്നനാകുക. അതായത് ജീവിതത്തിൽ 1-ാം സ്ഥാനം കർത്താവാണ് എൻ്റെ നിക്ഷേപം. 2 തരത്തിലുള്ള നിക്ഷേപങ്ങൾ ഉണ്ട്. ഒന്ന് തനിക്ക് തന്നെ നിക്ഷേപിക്കുക, 2 അകത്ത് ദൈവവുമായുള്ള ബന്ധത്തിൽ നിക്ഷേപിക്കുക. തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 15-ാം വാക്യം. സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചു ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയ അല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത്. സമൃദ്ധി ദൈവത്തിന്റെ അനുഗ്രഹവും ദാനവുമാണ്. എന്നാൽ ആ തിരിച്ചറിവില്ലാതെ പോകരുത്. കാരണം
ആത്മാവിനെ ദൈവം എപ്പോൾ വേണമെങ്കിലും തിരിച്ച് ചോദിക്കും. മരണം ഏത് നിമിഷവും നമ്മെ പിടികൂടും എന്ന യാഥാർത്ഥ്യത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരു വലിയ ശാശ്വത നിക്ഷേപം സ്വർഗത്തിൽ നാം ഒരുക്കിക്കൊണ്ടിരിക്കണം. ആ നിത്യത നാം അനുഭവിക്കണം. ഇങ്ങനെ ഒരു കഥയുണ്ട്. ഒരിക്കൽ ഒരു കപ്പൽ കടലിൽ കൂടി പോവുകയായിരുന്നു. അതിൻ്റെ ദിശ തെറ്റി അത് മറ്റൊരു അറിയപ്പെടാത്ത ദേശത്ത് വന്നു ചേർന്നു. ആ കപ്പലിലെ ശുദ്ധജലം കഴിഞ്ഞു. ഹെൽപ്പ് ഹെൽപ്പ് എന്ന് അവർ ഉച്ചത്തിൽ നിലവിളിച്ചു. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൂടെ കരയിലുള്ളവർക്ക് ഈ വിവരം കിട്ടി. അവർ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ചുറ്റുമുള്ളത് ശുദ്ധജലമാണ്, കോരിയെടുത്ത് കുടിക്കുക. എന്നാൽ അവർക്ക് ആ കമ്മ്യൂണിക്കേഷൻ മനസ്സിലായില്ല. ശുദ്ധവെള്ളത്തിലാണ് കിടക്കുന്നത്, എന്നിട്ടും കോരി കുടിച്ചില്ല. അവർ അങ്ങനെ തന്നെ മരിച്ചുപോയത്രേ. ഇതിലെന്താ നമുക്കുള്ള പാഠം? ഇന്ന് നാം വസിക്കുന്നത് യേശു ദാനമായി നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവുള്ള ഇടത്തിലാണ്. എന്നാൽ ഈ ആത്മാവിൻ്റെ ശക്തിയെ നാം അറിയാതെ പോകുന്നു. ഒന്ന് രുചിച്ചു നോക്കുവാൻ പോലും നാം മനസ്സ് കാണിക്കുന്നില്ല, ഇല്ലയോ? നമ്മെ നീതിയിലും സത്യത്തിലും വഴി കാണിച്ച് നമ്മെ സ്വർഗീയ നിക്ഷേപമായ നിത്യതയിലേക്ക് നയിക്കുന്നതിനുള്ള സഹായകനാണ് പരിശുദ്ധാത്മാവായ ദൈവം. നാം ദൈവാനുഗ്രഹത്താൽ നേടിയെടുക്കുന്ന നേട്ടങ്ങളിൽ ആശ്രയിച്ച് യേശു എന്ന നിക്ഷേപത്തെ മറന്നു പോകരുത്, മറന്നു കളയരുത്. ഒരു നിത്യതയുണ്ടെന്ന കാര്യം നാം മറന്നു പോകരുത്. ആ നിക്ഷേപം മനസ്സിലുള്ളവർ ഇങ്ങനെ പറയും, എൻ്റെ സമ്പത്ത് ദൈവത്തിൻ്റെതാണ്, എൻ്റെ പ്രശസ്തി, എൻ്റെ സൗന്ദര്യം, എൻ്റെ കഴിവുകളെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. എൻ്റെ ഏകാന്തത, എൻ്റെ രോഗം, എൻ്റെ കഷ്ടപ്പാടുകൾ, എൻ്റെ വേദനകൾ, എൻ്റെ പ്രതികൂലങ്ങൾ എല്ലാം ദൈവം എൻ്റെ നന്മയ്ക്കായി അനുവദിച്ചതാണ്. ഇതുവഴി എൻ്റെ പ്രാണനാഥൻ എനിക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു നിക്ഷേപം ഒരുക്കുകയാണ്. ലോകത്തിൽ നാം നേടിയെടുക്കുന്നതല്ല നിത്യമായ നിക്ഷേപം. ദൈവവിഷയത്തിൽ സമ്പന്നരായി നാം നേടിയെടുക്കുന്നതാണ് നിത്യമായ നിക്ഷേപം. ആ നിക്ഷേപം സ്വർഗത്തിൽ ഒരുങ്ങുന്നുണ്ട്. ആ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ ജീവിതത്തെ നമുക്ക് ഒരുക്കിയെടുക്കാം. ആയതിന് നമ്മുടെ കർത്താവിൻ്റെ അനന്തമായ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് ജീവിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. നിത്യനും പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് അവിടുത്തെ പുത്രനിലൂടെ നൽകിയ സ്വർഗീയ സൗഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഭൂമിയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ സ്വർഗത്തിലുള്ള നിക്ഷേപം നഷ്ടപ്പെടുത്താതെ ഇവിടെ ദൈവസമ്പന്നമായ വിഷയത്തിൽ സമ്പന്നരായി ജീവിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ വിശുദ്ധ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി തിരുക്കരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു. അവിടെ ഞങ്ങൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അന്യോന്യം ഒരു അനുഗ്രഹമായി ഞങ്ങളോട് അനേകർ സമ്പന്നരാകുവാൻ അവിടെ ഞങ്ങളെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. ഈ സമയത്ത് കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറകളെ ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 1000 തലമുറ അനുഗ്രഹിക്കപ്പെടുന്ന പാതയിലൂടെ സഞ്ചരിക്കുവാൻ അവിടെ തന്നിരിക്കുന്ന തിരഞ്ഞെടുപ്പിനായി സ്തോത്രം. ഞങ്ങളുടെ ഹൃദയം അവിടുത്തെ സമ്പന്നതയിൽ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന മാതാപിതാക്കൾ ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ ഒരു അനുഗ്രഹമായി അവരിലൂടെ അങ്ങേ അറിയുവാനും അവിടുത്തെ തിരുവചനത്താൽ സമ്പന്നരാകുവാനും വീണ്ടും ജനിച്ച് സ്വർഗ ഭവനത്തിന് യോഗ്യരായി ജീവിക്കുവാനും തന്ന തിരഞ്ഞെടുപ്പിനായി സ്തോത്രം. അവർ വാർദ്ധക്യത്തിലായിരിക്കുമ്പോൾ അവിടുത്തെ ഉള്ളംകൈയിൽ അവരെ താങ്ങണമേ. പൂർണ്ണ സൗഖ്യം, വിടുതലും സന്തോഷവും സമാധാനവും അവിടുന്ന് നൽകുന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വയലുകളെ, ഞങ്ങളുടെ ഓഫീസുകളെ, ഞങ്ങളുടെ തോട്ടങ്ങളെ, ഞങ്ങളുടെ മാവ് കുഴക്കുന്ന തൊട്ടിയെ, തുരുത്തിയെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മാതൃരാജ്യം വേണ്ടി അനുഗ്രഹിക്കണമേ. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അമേരിക്കയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജർമ്മനിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗൾഫ് രാഷ്ട്രങ്ങളെ സമർപ്പിക്കുന്നു. ആഫ്രിക്കൻ രാഷ്ട്രങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചൈനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യുക്രൈനും റഷ്യയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ രണ്ടാമത്തെ വരവിനായി ജനം ഹൃദയ ഒരുക്കത്തോടെ അങ്ങേ അറിഞ്ഞ് അവരുടെ നിത്യത ഉറപ്പാക്കി മുന്നോട്ട് പോകാൻ മക്കളെ സഹായിക്കണം. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും
അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിലെ എല്ലാ പ്രവൃത്തികളെയും യാത്രകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് മുൻപായി അവിടുത്തെ ദൂതന്മാരെ അയക്കുന്നതിനായി സ്തോത്രം. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവേ അവിടുത്തെ തിരുസാന്നിധ്യം കൊടുത്ത് മക്കളെ മാനിക്കണമേ, സ്നേഹിക്കണമേ, കരുതണമേ. പ്രാർത്ഥന യാചനം കേട്ടിരിക്കുക. നന്ദിയപ്പാ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആയിരം വാക്കുകൾ മിണ്ടിയൽ പോരെ കാന്തനാം എന്നേശുവേ. ആയിരം വാക്കുകൾ മിണ്ടിയൽ പോരെ കാന്തനാം എന്നേശുവേ. ദിനം തോറും വേണമേ, വരവോളം വേണമേ, മാറനാഥ മാറനാഥ. ദിനം തോറും വേണമേ, വരവോളം വേണമേ, മാറനാഥ മാറനാഥ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിൻ ഉടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിൻ ഉടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ.